ഡെവലപ്മെന്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയെ ഞാൻ ഒരു കാലത്തും എതിർത്തിട്ടുമില്ല, തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ആകെ ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു വലിയ പ്രശ്നം നടന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റിൽ എൻ്റെ വലിയൊരു ആഗ്രഹം ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചൊതുക്കി POK തിരിച്ചു പിടിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും BJP ചേരാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ BJP ചേരണമെന്ന് കരുതിയിരുന്നൊരുത്തൻ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന മഹത്തായ പേര് ഭയങ്കര റെസ്പെക്ട് തോന്നി നമുക്ക്. പക്ഷെ എനിക്ക് അതേ നിരാശ തോന്നിയത് പെട്ടെന്ന് നമ്മൾ POK തിരിച്ചു പിടിച്ചില്ല, നമ്മളിതങ്ങ് അവസാനിപ്പിച്ചല്ലോ. ആ നിരാശയിലാണ് ഞാനൊരു ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഞാൻ VD സതീശനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുക സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തന്നെ തോന്നി ഞാൻ പറഞ്ഞതിനകത്ത് പോയിന്റ്സുകളുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള VD സതീശന് വന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്ക്. ആ വിമർശനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആ വിമർശനങ്ങൾ പൊതുജനം പറയുന്നുണ്ടെന്നും അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ തിരുത്തേണ്ടതാണെന്നും അദ്ദേഹത്തിന് തോന്നി. നമ്മൾ വിമർശിക്കുന്നത് അതൊരു വിമർശനം നിലപാടല്ല. ഇപ്പോൾ പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നത് അതെൻ്റെ നിലപാടൊന്നുമല്ല. എനിക്കത് മാറ്റി പറയാം. നിങ്ങളത് ചെയ്യാത്ത മുഖ്യമന്ത്രിയോട് ഞാൻ വോട്ട് ചെയ്യത്തില്ലെന്ന് പറയുന്നത് ജനത്തിൻ്റെ നിലപാടൊന്നുമല്ല. നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചെയ്താൽ ഞാൻ വോട്ട് ചെയ്യും. ഇത് എൻ്റെ ഇൻറ്റൻഷൻ അതല്ല. എനിക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഇൻറ്റൻഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് UDFൻ്റെ ഭാഗമായി നിന്നാൽ മതിയായിരുന്നു. അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് മാറി ജയിക്കാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ അതല്ല. അപ്പം എനിക്കിവിടെ പണം വേണ്ട, എനിക്ക് പ്രശസ്തി വേണ്ട. ഇനി കുറേ ആൾക്കാർ പറയും ഇപ്പോൾ കിറ്റക്സ് ഗ്രൂപ്പ് സാബു ജേക്കബിൻ്റെ കൂടെ പോയി അഖിമാർക്ക് എന്തോ കിട്ടിയത് കൊണ്ടാണെന്ന്. തെരഞ്ഞെടുപ്പിനുള്ള ചിലവിൻ്റെ പൈസ പോലും ചോദിക്കുമ്പോൾ അതുപോലും തരാത്ത ആൾക്കാരാണ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന്. എൻ്റെ ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കർ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ പ്ലംബിങ് ഒരു പ്ലംബറെ എന്താ കൊണ്ടുവരാമെന്ന് ചോദിച്ചു. അയ്യോ സാറേ ഞാൻ പോകുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. പുള്ളി ഇതേ പറഞ്ഞോളൂ. ഞാൻ ആ സ്പോട്ടിൽ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു സാറേ ഞാൻ പൈസയ്ക്ക് പറഞ്ഞതല്ല, ഞാൻ ഇതിൻ്റെ കാര്യം സാറ് പറഞ്ഞത് ചെയ്യാഞ്ഞുകൊണ്ടാണ്. ഇത് പൈസ ഉണ്ടായതുകൊണ്ടല്ല. പൈസ നമ്മുടെ കയ്യിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 1% അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഒരുത്തിനൊരു പ്രശ്നം പറയുമ്പം അവനെ ഞാൻ മോട്ടിവേഷൻ കൊടുത്തതുകൊണ്ടോ ഉപദേശം കൊടുത്തതോടെ അർത്ഥമില്ല. അവനവിടെ പൈസയാണ് ആവശ്യമെങ്കിൽ അവനെ ഞാൻ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കുക. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. കക്ഷികൾ പറയുന്നു മറ്റേ LDF-ൽ UDF-ൽ സീറ്റ് കിട്ടാത്തോണ്ടാണ് LDF എന്നെ അടുപ്പിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തതുമില്ല. അതിന് എന്ത് എനിക്ക് തരാന്ന് പറഞ്ഞാലും ഒരിക്കലും ഇടതുപക്ഷവുമായി ചേരാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ചേരാൻ പറ്റുന്ന ആശയങ്ങളാണ് കോൺഗ്രസിൻ്റെതും BJPയുടേതും ഒക്കെ തന്നെ. അപ്പം BJPയുടെ ആശയത്തിൽ ഇപ്പം BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് ഒരു ദ്രോഹവും ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ പാർട്ടിയിലെ ചില വ്യക്തികൾ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ആയിരിക്കും പലപ്പോഴും ആ പാർട്ടിക്ക് പ്രതിസന്ധിയായിട്ട് മാറേണ്ടി വരുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കി കൊടുത്ത പ്രൈം മിനിസ്റ്ററാണ്. ഈവൻ കേരളം തന്നെ എടുക്കാം. ഇപ്പം ഞാൻ ഫാത്തിമ കോളേജിലാണ് കൊല്ലത്ത് പഠിച്ചത്. അപ്പം കൊട്ടാരക്കരയിൽ നിന്ന് ഞാൻ ആദ്യം ഫാത്തിമ കോളേജിലേക്ക് പോകുന്ന കാലത്ത് ഈ മീറ്റർ ഗേജ് ട്രെയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ മീറ്റർ ഗേജ് യാത്ര ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. നമ്മൾ ഈ 13 കണ്ടറ പാലമുണ്ട് നമ്മുടെ ഈ എനിക്കൊന്ന് ദിൽസയിൽ ആ സിനിമയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തെന്മലയിലെ ഭയങ്കര ഭംഗിയുള്ളതാണ്. റോഡും മറ്റേ പാലമൊക്കെ 13 കണ്ടറ പാലത്തിൻ്റെ ആ ട്രെയിൻ വരുന്നതൊക്കെ കണ്ടിട്ട് ആ ട്രെയിൻ കൊട്ടാരക്കരയിലൂടെ പോകുന്ന ഈ മീറ്റർ ഗേജിലാണ് ഞാൻ പോയി തുടങ്ങുന്നത് ഫാത്തിമ കോളേജിലേക്ക്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ ബ്രോഡ് ഗേജ് വികസനം, മീറ്റർ ഗേജ് മാറി ബ്രോഡ് ഗേജ് വികസനം വരുന്നത്. അപ്പോൾ ഈ ബ്രോഡ് ഗേജ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുനലൂർ മുതൽ കൊല്ലം വരെയുള്ള ദൂരം ഏകദേശം ഒരു 26, 18, 45 കിലോമീറ്റർ ദൂരം. ഈ 45 കിലോമീറ്റർ ദൂരം അത് ഒന്നും ചെയ്യണ്ട. ഈ റെയിൽ പാളം ഇളക്കി കളഞ്ഞ് പുതിയ പാളം ഇട്ടാൽ മതി. ഇതാണ് അവിടെ. അല്ലാതെ പാലങ്ങളോ മറ്റു വലിയ പ്രശ്നങ്ങളോ മലകളോ കുന്നുകളോ തുരന്നുള്ള വലിയ വലിയ പണികളൊന്നുമില്ല. നോർമലി ചില സ്ഥലത്ത് മാത്രം ചില പാലത്തിന് വീതി കൂട്ടണം എന്നുള്ളത് മാറ്റിവെച്ചാൽ മീറ്റർ ഗേജ് ബ്രോഡ് ഗേജ് ആക്കാനുള്ള പ്രോസസ്സിൽ വളരെ ഈസിലി ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഏരിയ ആയിരുന്നു പുനലൂർ മുതൽ കൊല്ലം വരെ. ഇത് തീർക്കാൻ ഏതാണ്ട് ഒരു 8 വർഷം എടുത്തു. UP ഉള്ള സമയത്താണ്. ഞാൻ 2005 കോളേജിൽ പോയത്. 5, 6, 7 കാലഘട്ടത്തിൽ നിന്ന് നരേന്ദ്രമോദി വരുന്നത് വരെയും ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. പുനലൂർ ടു കൊല്ലം. പുനലൂരിൽ നിന്ന് ചെങ്കോട്ട വരെയുള്ള ദൂരം എന്ന് പറയുന്നത് കാടാണ്. ഈ കാടിനുള്ളിൽ മീറ്റർ ഗേജ് ഇളക്കി ബ്രോഡ് ഗേജ് ആക്കുന്ന പ്രോസസ്സിനോടൊപ്പം 13 കണ്ണറ പാലത്തിന്റെ മുകളിൽ ബ്രോഡ് ഗേജ് വരണം. അപ്പം 13 കണ്ണറ പാലത്തിന് വലിപ്പം കൂട്ടണം. അതൊക്കെ ഫുള്ളും മറ്റേ പാറയ്ക്കകത്ത് നിൽക്കുകയാണ്. ഇനി ആര്യങ്കാവിലെ ചുരത്തിന് വീതി കൂട്ടണം. അങ്ങനെ പിന്നെ പാലങ്ങൾ തോടുകൾ ഒക്കെ ഈ പറയുന്ന മറ്റു കാടിനുള്ളിലൂടെയുള്ള ഇതിന്റെ പ്രയാസം ഇത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഫാസ്റ്റാക്കി ചെയ്യുമ്പോൾ 2 or 3 വർഷം കൊണ്ട് ഈ പ്രോസസ്സ് അവസാനിപ്പിച്ചു. ചെങ്കോട്ട ടു പുനലൂർ എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായി ബ്രോഡ് ഗേജ് മാറി. മറ്റേത് 8 വർഷം എടുത്തു. ഒരു വർഷം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിന് 8 വർഷം എടുത്തു. അപ്പം ഇത്രയും വലിയൊരു ചേഞ്ചാണ്
ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിൽ NDA വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1972 75 ആണെന്ന് തോന്നുന്നു ദേശീയപാതയുടെ വികസനം മറ്റുമൊക്കെ ചർച്ച ചെയ്തു തുടങ്ങിയത് കേരളത്തിൽ. പിന്നീട് ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും ഒരേപോലെ അഭിപ്രായപ്പെട്ടത് 30 മീറ്റർ മതി നമ്മുടെ നാഷണൽ ഹൈവേ എന്നാണ്. അന്ന് പിണറായി വിജയൻ 45 മീറ്റർ വേണമെന്ന് പറഞ്ഞു. അന്ന് രമേശ് ചെന്നിത്തലയും 45 മീറ്റർ വേണമെന്ന് പറഞ്ഞു. പക്ഷേ VSന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെ ആദ്യത്തെ നിലപാട് 30 മീറ്റർ മതി, കാര്യം റോഡ് സൈഡ് അത്രയും എടുത്ത് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ മോദി വന്നതിന് ശേഷം റോഡ് സൈഡ് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പണം ഞങ്ങൾ തരാൻ തയ്യാറാണ്, പക്ഷെ കേരളത്തിലെ വസ്തുവിന്റെ വില വെച്ചിട്ട് കേന്ദ്രം കാണുന്ന അത്രയും തുക തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പിണറായി വിജയൻ അത് പറയുന്നത്, ഓക്കെ ഞങ്ങൾ 5000 കോടി രൂപയും കൂടെ ഗവൺമെന്റ് കണ്ടെത്തി തരാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചേഞ്ചസ് വരണമെങ്കിൽ അപ്പൊ ഇത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നു. ഇങ്ങനെ റെയിൽവേയിൽ മാറ്റങ്ങൾ നടക്കുന്നു. നമുക്ക് ഇന്ന് വന്ന ഇപ്പം നമ്മൾ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇത് ഈ ചേഞ്ചസ് കൊണ്ടുവന്ന മോദിയെ ഞാൻ എന്തിനാണ് വിമർശിക്കേണ്ടത്? അപ്പൊ ഇതിലൊന്നിലും എനിക്കൊരു പരാതി ഒരു കാലത്തും ഇല്ല. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്ന നരേന്ദ്രമോദിയെ ഞാൻ ഒരു കാലത്തും എതിർത്തിട്ടുമില്ല, തള്ളിപ്പറഞ്ഞിട്ടുമില്ല. ആകെ ഞാൻ പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വലിയ പ്രശ്നം നടന്ന സമയത്ത് ആ കോൺഫ്ലിക്റ്റിൽ എൻ്റെ വലിയൊരു ആഗ്രഹം ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചൊതുക്കി POK തിരിച്ചു പിടിച്ച് നരേന്ദ്രമോദി ഇന്ത്യയുടെ അഭിമാനം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും BJP ചേരാൻ പോവുകയാണ് എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ BJP ചേരണമെന്ന് കരുതിയിരുന്നൊരുത്തൻ. കാര്യം ആ ഒരു കോൺഫ്ലിക്റ്റിനെ ഇന്ത്യ നേരിട്ട രീതി, ഇന്ത്യക്ക് ഉള്ളിൽ വന്നിട്ട് മതം ചോദിച്ച് മുണ്ടുപൊക്കി വരെ നോക്കി ഒരുവന്റെ മതം തിരിച്ചറിഞ്ഞ് മനുഷ്യരെ കൊന്നിട്ട് പോയി കഴിയുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആ ചെയ്തവരെ ഇല്ലാതാക്കാൻ വേണ്ടി എടുത്ത തീരുമാനം, സൈന്യത്തിന് നിങ്ങൾ ധൈര്യമായി, സൈന്യത്തിന്റെ മൊറാലിറ്റിയെ ഒരുത്തനും ഇവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല, അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഭാരത ജനതയ്ക്ക് വേണ്ടിയിട്ട് സൈന്യം ഇറങ്ങിയ ഒരു രീതി, ഓപ്പറേഷൻ സിന്ദൂർ എന്ന മഹത്തായ പേര്, ഭയങ്കര റെസ്പെക്ട് തോന്നി നമുക്ക്. പക്ഷെ എനിക്ക് അതേ നിരാശ തോന്നിയത് പെട്ടെന്ന് നമ്മൾ POKയും തിരിച്ചു പിടിച്ചില്ല, നമ്മൾ ഇതങ്ങ് അവസാനിപ്പിച്ചല്ലോ. ആ നിരാശയിലാണ് ഞാനൊരു ശക്തമായ വിമർശനം ഉന്നയിക്കുന്നത്. ആ നിരാശ ഒരു രാജ്യസ്നേഹിയുടെ നിരാശയായിരുന്നു. ആ നിരാശ മോദിയെ അന്ധമായി ആരാധിക്കാൻ തുടങ്ങിയ ഒരു രാജ്യസ്നേഹിയായ ഒരുത്തൻ്റെ നിരാശയായിരുന്നു. അത് കിട്ടാതെ വന്നപ്പോൾ ഇപ്പം നമ്മൾ സച്ചിൻ ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും, ധോണി ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും, കോഹ്ലി ഇറങ്ങി അടിച്ച് ജയിപ്പിക്കും എന്നാ വിശ്വസിക്കത്തുള്ളൂ. അല്ലാതെ ആശിഷ് നെഹ്റ ഇറങ്ങി ക്രിക്കറ്റിൽ ഒരു ചേസ് ചെയ്യുന്ന മത്സരത്തിൽ അടിച്ച് ജയിപ്പിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാറില്ല. അപ്പം ഞാൻ ഒരു മേഖലയിൽ ഒരുവൻ ഏറ്റവും ടോപ്പ് പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരുവനെ ഞാൻ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസത്തോടെ എനിക്ക് കിട്ടിയ ഒരു നീതി വന്നില്ല. സച്ചിനോട് ദേഷ്യം ഉണ്ടായതുകൊണ്ടല്ല നമ്മൾ സച്ചിനെ തെറി വിളിക്കുന്നത്. സച്ചിൻ എത്രയോ കളികളിൽ നമ്മളെ മറ്റേ അർഹിച്ച പ്രകടനം തരാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. വിരാട് കോഹ്ലി നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. അവസാന നിമിഷം ഒരുപാട് മത്സരത്തിൽ അടിച്ച് ജയിപ്പിച്ച ധോണി പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ തെറി വിളിക്കും. ഇത് ദേഷ്യം കൊണ്ട് വിളിക്കുന്നതല്ല, വിശ്വാസം കൂടിപ്പോയത് കൊണ്ട് വിളിച്ചുപോയ തെറികളാണ്. അതിനപ്പുറം ആശയപരമായിട്ട് മറ്റു രീതിയിൽ ഞാൻ ഡിഫെൻഡ് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇവരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എന്നെ വിമർശിക്കാം. അഖിൽ അന്ന് പറഞ്ഞ കാര്യത്തിനോട് ഇന്ന് യോജിപ്പുണ്ടോ? അപ്പൊ ഞാൻ പറയും യോജിപ്പുണ്ട്. നിങ്ങൾ ഇന്നലകളിൽ എൻ്റെ ഇന്റർവ്യൂകളിലും മറ്റും BJP വിമർശിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഇന്നും ആ വിമർശനത്തിന് പ്രസക്തിയുണ്ട്. അതൊരു BJP-കാരൻ എതിർക്കാനൊന്നും വരത്തില്ല. അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് നിശബ്ദമായി ചിലപ്പോൾ എന്നോട് പറയും. ചില വിമർശനങ്ങൾ നമ്മൾ ഒരാളോട് ഉന്നയിക്കുന്നത് നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ താൻ നന്നാകണമെന്ന അർത്ഥത്തിൽ തന്നോട് പറയുന്ന ഒരു കാര്യം താൻ പോസിറ്റീവായിട്ട് കേട്ടാൽ ഒരു മാസം കഴിയുമ്പോൾ പറയും, ചേട്ടാ അന്ന് പറഞ്ഞില്ലേ സംഭവം അത് ഭയങ്കരമായിട്ട് ഗുണമായിട്ടോ, ഞാൻ അതുവരെ ശ്രദ്ധിച്ചില്ല. ഞാൻ VD സതീശനെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കെ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് തന്നെ തോന്നി ഞാൻ പറഞ്ഞതിനകത്ത് പോയിന്റ്സുകൾ ഉണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ടുള്ള VD സതീശന് വന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്ക്. ആ വിമർശനങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആ വിമർശനങ്ങൾ പൊതുജനം പറയുന്നുണ്ടെന്നും അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ തിരുത്തേണ്ടതാണെന്നും അദ്ദേഹത്തിന് തോന്നി. നമ്മൾ വിമർശിക്കുന്നത് അത് വിമർശനം നിലപാടല്ല. ഇപ്പം പിണറായി വിജയനെ നമ്മൾ വിമർശിക്കുന്നത് അതെന്റെ നിലപാടൊന്നുമല്ല. എനിക്കത് മാറ്റി പറയാം. നിങ്ങളത് ചെയ്യാത്ത മുഖ്യമന്ത്രിയോട് ഞാൻ വോട്ട് ചെയ്യത്തില്ലെന്ന് പറയുന്നത് ജനത്തിന്റെ നിലപാടൊന്നുമല്ല. നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ചെയ്താൽ ഞാൻ വോട്ട് ചെയ്യും. ഞാൻ എൻ്റെ പാർട്ടിക്കെതിരെ ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ അത് മോശമാണ്, അത് ജനങ്ങൾക്ക് വർക്കല്ല. അത് ചെയ്യണമെന്ന് പറയുന്നത് ആക്ഷേപിക്കലോ എതിർക്കലോ അല്ല. BJP ജയിച്ചു എന്ന് കരുതുക. അല്ല, ഞാൻ 2020-ലാണ് ഒഫീഷ്യലി ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് 2020-ലാണ്. 2020 സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചെന്ന് വിചാരിക്കാം. ഇപ്പൊ ചേട്ടന് അതിലും നിന്ന് കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേട്ടന്റേതായ ഒപ്പീനിയൻ ഒക്കെ അപ്പോഴും സത്യസന്ധമായിട്ട് ഇതുപോലെ തന്നെ പറയാൻ അപ്പോഴും ധൈര്യം? ചിലത് പാർട്ടിക്കുള്ളിൽ പറയേണ്ടി വരും. അപ്പം പുറമേ നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകാതെ ഇത്രയും നാൾ മാറി നിന്നത്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശരി പൊതുജനത്തിന് ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പം പൊതുജനത്തിന്റെ ശരിക്കൊപ്പം ഒരു പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പരസ്യമായ അഭിപ്രായങ്ങൾ പറയുന്നത് ശരിയല്ല. ഇപ്പം BJP-ക്ക് ഇപ്പൊ NDA എന്ന് പറയുന്ന മുന്നണിയോട് എനിക്ക് പറയേണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ BJP നേതാക്കന്മാരുടെ അടുത്ത് പറയണം, ഇത് ന്യായീകരിക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും, ഇത് പ്രശ്നമാണ്, നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ്.
അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഓക്കെ. പക്ഷെ എൻ്റെ ഒരു എതിരഭിപ്രായം ഈ മുന്നണിക്കുള്ളിലോ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലോ പറയുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പുറത്തു വരണം. ഓക്കെ. പുറത്ത് വന്നിട്ട് പറയണം ഇന്ന ഇന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ പുറത്ത് വന്നതെന്ന് പറയണം. ഓക്കെ. അല്ലാതെ നമ്മൾ പഴയതുപോലെ അഭിപ്രായം ഒരു മുന്നണിക്കുള്ളിലും ഇപ്പം നീ വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ചാനൽ, നിനക്ക് ശമ്പളം തരുന്ന ഒരു ചാനൽ, അതിൽ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അതിനുള്ളിൽ പറയണം. ഇല്ലെങ്കിൽ നീ അതിൽ നിന്ന് പുറത്തിറങ്ങി വരണം. ഓക്കെ. നമ്മൾ തിരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പറയുന്നത്. നടക്കത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി പോകാനേ പറ്റും. ഇപ്പൊ ഈ 2020 ഞാൻ പറഞ്ഞു, ഞാൻ കിഴക്കമ്പലത്ത് താമസിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അവരുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം അറിയാം. ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ അടുത്ത ജനങ്ങൾക്ക് എനിക്കറിയില്ല, എനിക്ക് തന്നെ കേട്ടപ്പോൾ ഷോക്കായി. പെട്ടെന്ന് ഒരു എന്നുവെച്ചാൽ സ്വതന്ത്ര പാർട്ടി എന്ന ഒരു ലേബൽ ആയിരുന്നല്ലോ 2020 എന്നുള്ളത്. അപ്പൊ ജനങ്ങളെല്ലാം ആ ഒരു പാർട്ടിയോടുള്ള സ്നേഹമാണ്. അപ്പൊ പർട്ടിക്കുലർ ഇങ്ങനെ ഒരു മൂവ്മെന്റ് പെട്ടെന്ന് ഒരു പാർട്ടിയായിട്ട് ചേർന്നപ്പം അവിടുത്തെ ജനങ്ങൾക്ക് എങ്ങനെയാ അത് ഇമ്പാക്ട് എന്തെങ്കിലും അത് ചേർന്നിട്ടുണ്ടോ? അല്ല, രണ്ട് രീതിയിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളം പോലെ ഭയങ്കരമായ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ജാതി മത സംഘടനകളൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു പരിധി കൂടുതൽ ഒരു പൊളിറ്റിക്കൽ ആശയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. അപ്പം അതിന് പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഒരു പഞ്ചായത്തിൽ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ സംസ്ഥാന ഒട്ടാകെയോ ചിലപ്പോൾ ചെയ്തു കൊണ്ടുവരാനും പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഡെമോ ആയിരിക്കും. പഞ്ചായത്ത് എന്ന് പറയുന്നത് അത് നമ്മളൊരു മിനിയേച്ചർ, ഒരു ഡെവലപ്മെന്റ്സിന്റെ ഒരു മിനിയേച്ചർ ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാം, നമ്മൾ ഈ രീതിയിലേക്കുള്ള ഇംപ്ലിമെന്റ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് പറയാനുള്ളൊരു മോഡൽ മാത്രമാണ് അത്. ഇതേ ആൾക്കാർക്ക് BJP ഇഷ്ടമല്ലാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരുത്തിനോട് തോന്നുന്ന ഒരു താല്പര്യമുണ്ടാവും. പക്ഷെ സർവൈവൽ എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പൊ അഖിലിന് ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അഖിൽ മാരാർക്ക് ഒറ്റയ്ക്ക് നിന്നാലും ആരെങ്കിലെയൊക്കെ സഹായിക്കാൻ പറ്റും. അപ്പൊ പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ ആരുടെയെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു സാധാ മാധ്യമ പ്രവർത്തക, ഒരു യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. അതേ നീ പുറത്തിറങ്ങിയിട്ട് ഇപ്പം നീ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആവട്ടെ, അത് നിനക്ക് കണ്ടിട്ട് അത് ഇടപെടണമെന്ന് തോന്നുന്നു. നീ അത് ഇടപെടാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കൂട്ടം നിന്നോട് നീ ആരടി, നീ ആരും സംസാരിക്കും, എവിടെ അറിയുന്നു. അതേസമയം നിന്റെ കയ്യിൽ ഒരു ടാഗ് ഉണ്ടാണ്, മനോരമ ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി ന്യൂസ്. അപ്പോൾ എന്തോ ഞാൻ ഏഷ്യാനെറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിനക്ക് സംസാരിക്കാനുള്ള സ്പേസ് ആയി കഴിഞ്ഞു. അതാണ് ഇത് നിനക്ക് തരുന്ന ധൈര്യം. ആ വിഷയത്തിൽ ഇടപെടാൻ പഴയ ആൾക്കും പറ്റും, പുതിയ ആൾക്കും പറ്റും. പക്ഷെ പുതിയ ആൾ പറയുന്നതേ സ്വീകരിക്കാനേ അവിടെ നിൽക്കുന്ന ജനത തയ്യാറാവത്തുള്ളൂ. ഇനി ഇതേ താനൊരു പോലീസ് ഓഫീസറാന്ന് വെച്ചോ, ഇതേ വേഷത്തിൽ പോയിട്ട് നാലവന്മാരെ വഴി കിടന്ന് അടിയുണ്ടാക്കുന്ന ഒരു പാവപ്പെട്ടവനെ അടിക്കുന്നു. എന്നെ ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷെ ഈ വേഷത്തിൽ അവിടെ ചെന്ന് ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരുത്തനും മൈൻഡ് പോലും ചെയ്യത്തില്ല, നിന്റെ ശബ്ദം ആരും കേൾക്കത്തില്ല. അതേ സ്ഥാനത്ത് യൂണിഫോമിൽ നീ നടന്നു വന്ന് തുടങ്ങുമ്പോൾ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി ജസ്റ്റ് ഒന്ന് മാറി നിൽക്കും. എന്താ മാഡം, എന്താടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറികട എന്ന് പറഞ്ഞാൽ അത് അവിടെ ആ യൂണിഫോം നൽകുന്ന ഒരു ധൈര്യമാണ് നമുക്ക് അവിടെ. അപ്പം ഇത്തരം കാര്യങ്ങൾ അധികാരത്തിലേക്ക് രാജ്യം ഭരിക്കുന്ന ഒരു നരേന്ദ്രമോദിയുടെ BJPക്ക് ഒപ്പം 2020 ചേരുമ്പോൾ ഇന്നലെ വരെ 2020 കഴിഞ്ഞ 10-14 വർഷമായി ചെയ്തതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം 2020ക്ക് കൂടും. ഇപ്പൊ അഖിൽമാരാർ ഇന്നലെ വരെ നമ്മൾ ഒറ്റയ്ക്ക് സംസാരിച്ചതിൽ നിന്ന് കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് സംസാരിക്കാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും ഒരു സ്ഥാനാർത്ഥിത്വം നമുക്ക് ധൈര്യം നൽകും. 4 പേരെ കാണിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാര്യം ഇതിൽ മത്സരിച്ചതുകൊണ്ട് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരാളെ പുതിയതായിട്ട് ആരും അറിയാനൊന്നും പോകുന്നില്ല. ഓൾറെഡി അറിയാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാൻ അവന് ഭ്രാന്താന്ന് പറയും, അല്ലെങ്കിൽ പറയാൻ അവന് എന്തെങ്കിലും കിട്ടിയിട്ടാന്ന് പറയും. നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതിൽ ജയിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തോറ്റാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നതിനെക്കാട്ടിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരാളെ വിളിച്ച് സംസാരിക്കുമ്പോൾ തൃക്കാക്കരയിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിയിൽ ഒരു പ്രശ്നം എനിക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും, അപ്പം വാല്യൂ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ 2020 കുറിച്ച് ഞാൻ അവിടെ താമസിച്ച രീതിക്ക് ഞാൻ അപ്പം എല്ലാവരും കുറേ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് ആയാലും എല്ലായാലും ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ മിക്ക ഇങ്ങനെ സംസാരം നമ്മളിങ്ങനെ കേൾക്കൂല കുറെ പേര് ഇതിന്റെ ബാക്കില് സ്വതന്ത്രമായിട്ട് നമ്മൾ ഇതിന്റെ ബാക്കിൽ എന്തൊക്കെയോ ഉണ്ട്, കള്ളത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട് അതുണ്ട്, നമ്മൾ പുറത്തു പോയി സംസാരിക്കുമല്ലോ. നമ്മുടെ നാട്ടിൽ 2020 ആണ് ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വേറെ ജില്ലയിലുള്ള അല്ലെങ്കിൽ വേറെ ആൾക്കാർ ചോദിക്കുന്നത് അതിന്റെ ബാക്കിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ട്, പാട്ടില്ലാതെ അല്ലാതെ ജനങ്ങളെ പറ്റിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഒരു ന്യൂസ് വന്നപ്പം കണ്ടോ നിങ്ങൾ വിഡ്ഢികളായില്ലേ എന്ന തരത്തിൽ ഓപ്പോസിറ്റ് ശത്രുക്കളാകാം, അങ്ങനെ ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് എതിർഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ യോജിക്കുന്നു? ശരിക്കും അങ്ങനെ ഒരു സ്വതന്ത്ര പാർട്ടി നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഇപ്പോൾ ചില തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കുറേ വാഗ്ദാനങ്ങളും കുറേ പുതിയ പുതിയ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യും. അപ്പോൾ അത് നമ്മളെല്ലാം പറയും വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് പറയും. അപ്പം ചിലപ്പം നാടിന് വേണ്ടി ഇപ്പം ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പറയും ഇവൻ സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് പറയും.
അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നാടിന് വേണ്ടി നല്ലത് ചെയ്യുന്ന ഒരുത്തൻ മത്സരിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഉം. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ ശേഷിയുള്ളവന് മത്സരിക്കട്ടെ എന്നല്ലേ ജനം തീരുമാനിക്കേണ്ടത്. ഇനി 2, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് ഒരുത്തൻ പുറകെ കള്ളം കാണിക്കും. നിങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്തോളം നാടിന് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ, നാട്ടുകാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ, നാട്ടുകാർക്ക് ഈ പാർട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ആ പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് വികസനം, മറ്റു കാര്യങ്ങൾ, മറ്റു രീതിയിലുള്ള സന്തോഷം എല്ലാമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കള്ളന്മാരെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം? അതേസമയം മറ്റവർ ഇപ്പോൾ ഇനി മറ്റവർ ഉണ്ടാക്കുന്നില്ലെന്നാണോ? അവർ ഉണ്ടാക്കുന്നുണ്ട്, അവർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ 2020 എവിടുന്ന് എന്ത് ബാക്കപ്പ് കിട്ടാനാണ്? ആകെ കിറ്റക്സ് ഗ്രൂപ്പിൻ്റെ CSR ഫണ്ട് ചിലപ്പം അവർക്ക് കൂടുതലായിട്ട് ഈ മണ്ഡലത്തിലേക്ക് വിനിയോഗിക്കേണ്ടി വരും. അത് സാബു ജേക്കബിന് മറ്റു പല കാര്യങ്ങളും ചെയ്തുകൂടെ? സാബു ജേക്കബിന് ഇനി കോടികൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യസഭാ സീറ്റ് നൽകാൻ തയ്യാറായ പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും മുതലാളിമാർക്ക് രാജ്യസഭയിൽ ഒരു സീറ്റൊക്കെ കൊടുക്കും. പുള്ളിക്ക് അങ്ങനെ ഒരു രാജ്യസഭാ സീറ്റ് മേടിക്കാമല്ലോ. എന്തിനാണ് ഈ പഞ്ചായത്തിൽ കിടന്ന് അടിയുണ്ടാക്കി, പിണറായി വിജയനായിട്ട് അടിയുണ്ടാക്കി ബിസിനസ്സും ചെയ്ത് സമാധാനമായിട്ട് ചെയ്യും? അപ്പോൾ അയാൾ അന്ന് അതല്ല ആഗ്രഹിച്ചത്. അയാൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യങ്ങളും അവിടെ ഇല്ല. ഒരു വ്യക്തിക്ക് സ്വന്തമായ ഒരു ബിസിനസ്സുകാരന് രാഷ്ട്രീയത്തിലേക്ക് വരാനാണെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടി അയാളെ പൊന്നേ പോലെ സ്വീകരിക്കും. അയാളെ പണം കണ്ടിട്ടെങ്കിലും സ്വീകരിക്കും. അപ്പോൾ ആ ഇന്റൻഷൻ അതല്ല. അതിപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഇന്റൻഷൻ അതല്ല. എനിക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഇന്റൻഷൻ ആയിരുന്നെങ്കിൽ എനിക്ക് UDFിൻ്റെ ഭാഗമായി നിന്നാൽ മതിയായിരുന്നു. അവർ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ അവിടെ നിന്ന് മാറി ജയിക്കാൻ സാധ്യതയില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മുടെ ഇന്റൻഷൻ അതല്ല. അപ്പം എനിക്കിവിടെ പണം വേണ്ട, എനിക്ക് പ്രശസ്തി വേണ്ട. ഇനി കുറേ ആൾക്കാർ പറയും ഇപ്പോൾ കിറ്റക്സ് ഗ്രൂപ്പ് സാബു ജേക്കബിൻ്റെ കൂടെ പോയി അഖിൽമാരാർക്ക് എന്തോ കിട്ടിയത് കൊണ്ടാണെന്ന്. തെരഞ്ഞെടുപ്പിനുള്ള ചിലവിൻ്റെ പൈസ പോലും ചോദിക്കുമ്പോൾ അതുപോലും തരാത്ത ആൾക്കാരാണ് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് അങ്ങനെ നമ്മളിപ്പോൾ സിനിമാക്കാർ പല ആൾക്കാരും ഇത് ചെറിയ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനൊന്നുമില്ല, നമ്മൾ അങ്ങനെ പോയിട്ടുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എനിക്കിപ്പം തെരഞ്ഞെടുപ്പിൽ ഇത്ര രൂപ ചിലവാകും, അതിൻ്റെ എങ്കിലും സഹായം ചെയ്യണം, ഇത് മാത്രമായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ വേറൊരു പാർട്ടിയിലാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിരിവിനിറങ്ങും. ഇവിടെ നമുക്ക് പിരിവിനോ കാര്യങ്ങളോ ഒരാളടുത്ത് പോകുന്ന പരിപാടി പ്രോസസ്സോ ഒന്നും അതും നമ്മൾ ചെയ്യുന്നില്ല. മറ്റുള്ളവരൊക്കെ എന്ന് വെച്ചാൽ നാട് മുഴുവൻ നടന്ന് പിരിച്ചും കുറെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അല്ല, നമ്മള് രമേശ് ചെന്നിത്തല സാറായിട്ട് ഒരു പിക്ക്, ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു പിക്ക് അഖിലേട്ട ഷെയർ ചെയ്തപ്പോഴേ നമുക്കൊക്കെ ഒരു ക്ലൂ കിട്ടി. ഇനി രാഷ്ട്രീയത്തിലേക്കാണോ? അപ്പൊ നമ്മളെല്ലാരും വിചാരിച്ചു യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ്. എന്തുകൊണ്ടാണ് 2020 അല്ലെങ്കിൽ BJP ഈ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഇതിനകത്ത് കാരണം? ഞാനൊരു പ്രധാന കാര്യം പറയാം. അതായത് ഞാൻ ഇപ്പം നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നെ പല രാഷ്ട്രീയ നേതാക്കന്മാർ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയായിട്ട് ഞാൻ നേരത്തെ നല്ല അടുപ്പമാണ്. അത് ഞാൻ ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയ കാലം മുതൽ ഞാനായിട്ട് നല്ല അടുപ്പമാണ്. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ രമേശ് ചെന്നിത്തലയുടെ ഒരു മയൂഖം എന്ന് പറയുന്ന ഒരു പരിപാടി ഹരിപ്പാട് നടന്നപ്പം അതിലേക്ക് എന്നെ മുഖ്യാതിഥിയായിട്ട് വിളിക്കുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ 1-2 പരിപാടികൾക്ക്, ഈ മയക്കുമരുന്നിനെതിരെയുള്ള പരിപാടികൾക്ക് അദ്ദേഹം വിളിക്കുന്നു. ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെയും വിളിക്കാറുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. അതിനുശേഷം അതായത് ഞാൻ പറയുന്ന വിഷയങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടി. അതായത് പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ചില വിഷയങ്ങൾക്ക് എനിക്ക് പൊതു പിന്തുണ കിട്ടിയപ്പോൾ കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ട് നോക്കുമ്പം അവരെന്നെ രമേശ് ചെന്നിത്തലയുടെ കൂടെ കാണുന്നു, അവർ VD സതീശൻ്റെ കൂടെ കാണുന്നു, അവർ കൊടുക്കുന്നിൽ സുരേഷിൻ്റെ കൂടെ എന്നെ കാണുന്നു. ഞാൻ കോൺഗ്രസ് വേദികളിൽ പല സ്ഥലങ്ങളിലും പലരും എന്നെ കാണുമ്പോൾ കോൺഗ്രസ്സുകാരെല്ലാവരും വിചാരിച്ചു അഖിലിന് ഇത്തവണ ഒരു സീറ്റ് ഉണ്ടാവും. കാര്യം നേതാക്കന്മാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്. ആ നേതാക്കന്മാരുടെ അടുപ്പമുള്ള പല ആൾക്കാർ എന്നോടത് മുൻകൂട്ടി പറയാൻ തുടങ്ങി, അഖിലിന് എന്തായാലും സീറ്റുണ്ട് കേട്ടോ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇതേ സെയിം സമയത്ത് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഞാൻ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും പിടിച്ച് സംഖ്യയാക്കി. സുരേഷ് ഗോപി ഞാനും തമ്മിൽ തരക്കേടില്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ സ്വതന്ത്രനായി കൊട്ടാരക്കര മത്സരിക്കാനുള്ള ഒരു സ്പേസ് ഞാൻ എടുത്താൽ BJPക്ക് അവിടെ സ്ഥാനാർത്ഥി ഇടാതിരിക്കാൻ പറ്റുമോ എന്ന് ഞാൻ 1.5 വർഷം മുമ്പേ അദ്ദേഹത്തോടും ചോദിച്ചു. RSSൻ്റെ ഡൽഹിയിലെ PR, അതായത് സമ്പർക്ക് പ്രമുഖ എന്ന് പോസ്റ്റിലിരിക്കുന്ന ഓൾ ഇന്ത്യ സമ്പർക്ക് പ്രമുഖമായിട്ടുള്ള ജയകുമാർ എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അദ്ദേഹം എനിക്ക് ഈ രാമക്ഷേത്രത്തിന് അക്ഷതമൊക്കെ തരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ജയേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വതന്ത്രനായിട്ട് കൊട്ടാരക്കര മത്സരിക്കണം, പക്ഷേ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാൽ നമുക്ക് ജയിക്കുന്ന എളുപ്പമല്ല. അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണം, BJPയുടെ ഒരു സ്വതന്ത്രൻ. BJP അവിടെ സ്ഥാനാർത്ഥി ഇടരുത്, ഞാൻ അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാം, ഞാനൊരു സീറ്റ് NDAക്ക് പിടിച്ചു തരാം. അതേസമയം തന്നെ എനിക്ക് നിങ്ങളെ വിമർശിക്കേണ്ട പോയിന്റുകളിൽ എനിക്ക് വിമർശിക്കാം, എനിക്ക് വ്യക്തിത്വം കളയാത്ത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം, നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് ഒപ്പം സഞ്ചരിക്കാം. പക്ഷേ BJPയിൽ അങ്ങനൊരു പരിപാടി ഇല്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ കോൺഗ്രസ് വേദികളിൽ പങ്കെടുക്കുന്ന സമയത്തെ ഞാൻ ഇവരോട് പറഞ്ഞൊരു കാര്യമാണ്. പിന്നീട് ഇതിങ്ങനെ പോയെന്ന സമയത്ത് എൻ്റെ നാട്ടിൽ ഈ പറഞ്ഞ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളിൽപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ച്, സാമ്പത്തികം ചോദിച്ചു, മറ്റു പ്രശ്നങ്ങൾ ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മൈൽ സ്റ്റോണിൻ്റെ ആൾക്കാർക്ക്
എൻ്റെ വിമർശകർക്ക് വേണ്ടി നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ നേരെ കൊട്ടാരക്കര കോട്ടാത്തലയോ ആ പരിസര പ്രദേശത്തോ ഒക്കെ ചെന്നിട്ട് അഖിൽമാരാർ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നാട്ടുകാരോട് എങ്ങനെ ആയിരുന്നു എന്താണെന്ന് നിങ്ങൾ ചുമ്മാ പോയി ചോദിച്ചു നോക്ക്. അപ്പം ഇതിപ്പം ഇത് ശരിയല്ല. നമ്മളിങ്ങനെ സഹായിച്ച കണക്കുകൾ പറയുന്നതിനോടോ അല്ലെങ്കിൽ സഹായിച്ച വീടുകൾ അതൊന്നും, പക്ഷെ അവിടെ പോയി അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. അവർ പറയും അയാൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് ഞങ്ങളോട് ഉണ്ടായിരുന്നു, ഞങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്ക് എന്തായിരുന്നു അയാളുടെ മറുപടി. അപ്പം ഞാൻ വിചാരിച്ചത് കൊട്ടാരക്കര മത്സരിച്ചാൽ ഈ പല ആവശ്യങ്ങൾക്കും എന്നെ വിളിക്കും, എൻ്റെ വീട്ടിൽ വരും. അപ്പം ഞാനിങ്ങനെ ഒരിക്കൽ വന്ന ആൾക്കാർ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ദൂരെ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, അല്ല ഇത് നിങ്ങൾ എനിക്ക് വോട്ട് നൽകിയത് ലോക്സഭയിലേക്ക് വല്ലതും ആണോ? നിങ്ങൾ എനിക്ക് വോട്ട് നൽകിയത് ബിഗ് ബോസിലേക്കാ? അപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരെങ്കിലും ആകണം. അപ്പം കൊട്ടാരക്കരയിൽ ഒരു അവസരം കിട്ടിയാൽ കോൺഗ്രസിൽ മത്സരിക്കാം, കൊട്ടാരക്കരക്കാർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഞാൻ വരുന്നത് മറ്റു പലർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരത് അതിനെക്കാട്ടിയും വലിയ കളി കളിച്ച് ഐഷ പോറ്റിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തി. അപ്പോൾ ഈ രമേശ് ചെന്നിത്തല ഇപ്പം ഞാൻ കൊട്ടാരക്കര മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഒരു താല്പര്യമില്ലാത്ത കുറേ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ വാർത്ത വന്നപ്പം രമേശ് ചെന്നിത്തല, ഈ വാർത്ത വന്നതുകൊണ്ടല്ല, ഈ വാർത്തയ്ക്കൊപ്പം തന്നെ കേരളത്തിൽ മറ്റേ പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റവന്മാരും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റവന്മാരും പാർട്ടിയുടെ ബ്ലോക്ക് ലെവൽ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ മത്സരിക്കുന്നു കുറേ ചാനലിൽ വാർത്ത. അപ്പോൾ രമേശ് ചെന്നിത്തല കളിയാക്കിക്കൊണ്ട് ആരെടുത്ത് പറഞ്ഞു, നിങ്ങൾ ദയവ് ചെയ്ത് പഞ്ചായത്തിൽ പോലും മത്സരിക്കാൻ യോഗ്യതയില്ലാത്തവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കരുത്. ഉടനെ അത് വെച്ച് എനിക്കെതിരെ ട്രോൾ വന്നു. ആ ട്രോളിനെ കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രമേശ് ചെന്നിത്തല കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഇതാക്കിയിട്ട് അതാണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്നത് അല്ലേ? ഈ സെറീനയുടെ ഒരു പോസ്റ്റ് കണ്ടാണ് വഴിയിൽ കൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കാറ് നിർത്തിയിട്ട് ആളെ സഹായിക്കാൻ പോകുന്ന ഒരു മനസ്സുള്ള ആളാണോ അഖിൽമാരാർ? പിന്നെ ചേട്ടനും പലപ്പോഴും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും എല്ലാരെയും സഹായിക്കല് കുറച്ച് കൂടുതലാണ് ചേട്ടന്. അതെങ്ങനെ വന്ന ആ ഒരു ക്യാരക്ടർ പണ്ട് തൊട്ടേ ഇങ്ങനെ? പണ്ട് പൈസ ഇല്ലായിരുന്നല്ലോ, സാമ്പത്തികമായിട്ട് നമുക്ക് ആരെയും സഹായിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. അപ്പൊ ആരെങ്കിലും ഒക്കെ കൂടെ പോവുക. ഞാൻ യഥാർത്ഥത്തിൽ നാട്ടിലെ രാഷ്ട്രീയം തുടങ്ങുന്നത്, എൻ്റെ നാട്ടിലെ സോമൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ടുകട നടത്തുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയുടെ വീട്, പുള്ളിക്ക് അന്ന് പ്രായപൂർത്തിയായ മകനൊക്കെ ഉണ്ടെങ്കിലും ഈ വീട് വളരെ ചെറിയ വീടാണ്. അപ്പൊ ഇതൊന്നും മാറ്റി ഇച്ചിരി കയറി കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീട് വെക്കണം. അപ്പൊ ഇച്ചിരി മണ്ണെടുക്കണം അവിടെ. ഇത് മണ്ണെടുക്കാൻ അപ്പുറത്തുള്ള ഒരുത്തൻ സമ്മതിക്കത്തില്ല. കാര്യം ഈ അയൽപ്പക്കക്കാരൻ സമ്മതിച്ചെങ്കിൽ മാത്രമേ JCB കയറ്റി മണ്ണ് മാന്താൻ പറ്റൂ. അങ്ങനെ 2-2.5 വർഷമായിട്ട് ഇതിങ്ങനെ മുടങ്ങി കിടക്കുകയാണ്. ഇയാളുടെ ജീവിതം മുന്നോട്ട് പോകാത്ത സാഹചര്യത്തിൽ ഇവര് ഈ രണ്ടുപേരും തമ്മിൽ അവസാനം ഒരു അടിയായി. ഈ അടി നടക്കുന്ന സമയത്ത് ഈ സോമേണ്ണനെ സഹായിക്കാൻ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ആ മനുഷ്യന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞാൻ മറ്റേ കോൺഗ്രസിൽ തൊട്ടു മുമ്പ് ചേരുന്ന ഒരു അടിയും ബഹളമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ വെറുതെ ഒരു കഥ റൂട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഈ സോമേണ്ണന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ ഇറങ്ങുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുമ്പോൾ ഈ കതറിന്റെ ഒരു ബലം മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അന്നു മുതൽ പിന്നീട് അങ്ങോട്ട് പല വിഷയങ്ങൾക്ക്, ഈവൻ ഇപ്പം ഞാൻ ലക്ഷ്മിയെ വിവാഹം കഴിക്കുന്നില്ലേ, ലക്ഷ്മിയുടെ അമ്മ എന്നെ കാണാൻ വരുന്നത് അവരുടെ മുടങ്ങിക്കിടക്കുന്ന ഒരു വീട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായമായി ബന്ധപ്പെട്ട് കാണാൻ വരുന്നതാണ്. അങ്ങനെയാണ് അങ്ങനെ നിരവധി വിഷയങ്ങളിൽ ആൾക്കാരുടെ വിഷമം കാണുമ്പോൾ, ബുദ്ധിമുട്ട് കാണുമ്പോൾ, ഇപ്പം നമ്മളൊരു പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുന്നു, അവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടോ നിൽക്കുന്നു, അവന് സംസാരിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവനെ ആട്ടിപ്പാടി. ഒരിക്കൽ ഞാൻ കൊല്ലത്ത് കളക്ടർ ഓഫീസിൽ കയറി ഞാൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലെ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ മണ്ണ് മാഫിയക്കെതിരെ പരാതി പറയാൻ വേണ്ടിയിട്ട് ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം വെളിയിൽ നിൽക്കുന്നു. അപ്പോൾ ഞാൻ വെളിയിൽ നോക്കിയപ്പോഴത്തേക്ക് കളക്ടറുടെ അടുത്ത് കുറേ പാവങ്ങൾ, അതിൽ കുറേ ആൾക്കാരൊക്കെ കൈയൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ തറയിരിപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ രാവിലെ 9 മണിക്ക് തൊട്ടിങ്ങനെ വന്നിരിക്കുമോ, കളക്ടറെ എപ്പോഴാണ് കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. എനിക്കൊന്ന് അന്നത്തെ കളക്ടറെ കാണുന്ന സമയം 12 മണിക്കും 12:30ക്കും ഇടയ്ക്കെന്തോ മറ്റോ ആണ്. അപ്പോൾ ഞാനും വന്നത് ഏതാണ്ട് 10-11 ഞാനും വന്നു. അപ്പോൾ നമ്മൾ പുറത്ത് പോയി തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന സമയം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം പക്ഷേ അവിടെ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇരിക്കുന്നതൊക്കെ കുറേ ആൾക്കാർ കളക്ടറെ വെളിയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ 12 മണിയായപ്പോഴത്തേക്ക് ഞാൻ സമയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറി ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇവർ പറഞ്ഞു, ഇല്ല കളക്ടർ മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് ഉണ്ട്, കളക്ടർ പോവാം, നിങ്ങളെല്ലാം പുറത്ത് പഠിച്ച് പിടിച്ചല്ലേ. അപ്പോൾ ഞാൻ എന്നെ പിടിച്ച് തള്ളാൻ വന്ന പോലീസിനോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കളക്ടർ സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അകത്തോട്ട് കയറി. ഞാൻ പെട്ടെന്ന് കളക്ടർ, സാറേ ഒരു 5 മിനിറ്റ് സാറ് സമയം ചെലവഴിക്കാന്നുണ്ടെങ്കിൽ ഈ വെളിയിരിക്കുന്ന ഇത്രയും പേരെ സാറിന് കാണാൻ പറ്റും. ഇവരാരും സാറിനോട് കഥ പറയാൻ വന്നവരൊന്നുമല്ല. സാറിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കയ്യിരിക്കുന്ന ഈ നിവേദനം സാറൊന്ന് തരണം, സാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷയിൽ ഈ നിവേദനം ഒന്ന് തരുന്ന ഒരു 10-20 സെക്കൻഡ് സമയം മാത്രം സാറ് പുറത്തിരിക്കുന്ന ഒരാളത്ത് സാറിന് ചെലവഴിച്ചാൽ മതി. സാറിപ്പോൾ ഇറങ്ങിപ്പോൾ മന്ത്രിയെ കാണാനേക്കാട്ടും കൂടുതൽ ആവശ്യം ഇവിടെ രാവിലെ കാത്തുകിട്ട് കിടക്കുന്നവർക്ക് സാറിനെ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ബഹളം വെച്ചു. അപ്പോൾ എന്നെ ഒരാൾ മറികിടന്ന് എന്നെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പേര് എന്നെ പിടിച്ച് അകത്തിട്ടെങ്കിൽ ഞാൻ അകത്തിട്ടോ, എൻ്റെ ആവശ്യവും സാറ് കേൾക്കണമെന്നില്ല, ഞാനിപ്പോൾ നാളെ വന്നാലും കണ്ടോളാം. കാര്യം എനിക്ക് അപ്പം പുള്ളി പറഞ്ഞല്ല, നിങ്ങളിങ്ങ് വരൂ, എന്താ നിങ്ങളുടെ കംപ്ലയിൻറ്റ് എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ മണ്ണ് മാഫിയ കൊട്ടാരക്കരയിൽ മൊത്തം കുന്നു ഇടിച്ച് നിരത്തി വൻ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു, പല രാഷ്ട്രീയക്കാരും എൻ്റെ പേര് പൈസ മേടിച്ചിട്ടുണ്ട്, അതിനെതിരെ ഒരു അന്വേഷണം വേണം. അപ്പം പുള്ളി പറഞ്ഞു, ആ ശരി എന്നാണ്. എന്നിട്ട് പുള്ളി അകത്ത് പോയി ഇരുന്നിട്ട് ബാക്കി അവിടെ നിന്ന് പോലീസുകാരനടുത്ത് പറഞ്ഞു, കളക്ടറുടെ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞു, ആൾക്കാരെയൊക്കെ വിളിക്കൂ, അതിനുശേഷം മിനിസ്റ്റർ അടുത്ത് പറഞ്ഞാൽ മതി, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തുമെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പം
അപ്പൊ ഇത് ഞാൻ ഈ ശബ്ദം റൈസ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് അകത്ത് കയറി കാണാൻ പറ്റിയത്. അപ്പൊ ഇത് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്, ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്യാം. ഇത് എനിക്ക് ധൈര്യം വരുന്നത് എവിടുന്നാണെന്നറിയോ, ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള ചിന്തയില്ല. അതിന് ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന ആൾ കളക്ടർ ആയാലും എനിക്ക് പ്രശ്നമില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾ പ്രൈം മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമില്ല. ഇനി ഞാൻ പറയുന്നത് കള്ളത്തരമോ ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചു ഒരു 4ാം ക്ലാസ്സുകാരൻ പയ്യനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാകത്തില്ല. അതാ ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, വാക്കുകളുടെ പവർ വരുന്നത് അതിന് സത്യം ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഈ ഒരു എന്താ ചിന്തയിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനാവണം. 2013 എൻ്റെ ഒരു ഫേസ്ബുക്കിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഫേസ്ബുക്കിൽ ഇട്ടത്. ഒരു പൊതുപ്രവർത്തകനാകാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാണ് അപ്പൊ അതന്നോട്ടേ എൻ്റെ ഉള്ളിൽ അതാണ് കിടക്കുന്നത്. സെലിബ്രിറ്റി ഞാനെ പിന്നെ ആരെങ്കിലും ഈ സർക്കാരിനെതിരെ പറയുമോ? ഒരിക്കലും പറയത്തില്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഞാനിത് പറയുന്നത് എൻ്റെ ലക്ഷ്യം ഇതല്ല. സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നാലും ഞാൻ പോകാത്തത് എൻ്റെ ലക്ഷ്യം അതല്ലാത്തോണ്ടാ. ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഉള്ളി എൻ്റെ ആഗ്രഹം എനിക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുത്തനാവണം. എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനത എന്നെ വിളിച്ച് ചോദിച്ചാൽ നിസ്സഹായനായി ഇരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തന്റെ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ. ഒരാൾ എന്നെ വിളിച്ചിപ്പം സെറീന ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. അപ്പം നിങ്ങൾ പേര് പറഞ്ഞാൽ ശരി, എന്നാലും ഞാൻ പറയുകയാണ്. ഇപ്പം ആർട്ടിസ്റ്റ് ഉല്ലാസ് പന്തളം, അപ്പം ഇദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും വീഡിയോ കാണുകയാണ്. ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം വയ്യാതെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഉല്ലാസ് ചേട്ടൻ 2013 ഞാനൊരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ സ്റ്റേജ് ഷോയുടെ ഡബ്ബിങ്ങിന് വേണ്ടി മാത്രം എനിക്ക് വേണ്ടി വന്ന് ഡബ് ചെയ്ത് പോയിട്ടുണ്ട്. ഗോകുലത്തിന് വേണ്ടി ഞാൻ ഒരു സ്റ്റേജ് ഷോ ചെയ്തപ്പോൾ ആ വർഷം തന്നെ ഞാൻ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ഞാൻ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്ന് പറയുന്ന പടത്തിൽ ഈ ഉല്ലാസ് ചേട്ടനെ വിളിച്ച് ഞാനൊരു വേഷത്തിന് വേണ്ടിയിട്ട് സജഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് പോലുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. വർഷങ്ങൾക്കിപ്പുറം ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കൽ പ്രേക്ഷകരെ രസിപ്പിച്ച, ഒരിക്കൽ എന്നെ ചിരിപ്പിച്ച ഒരു കലാകാരന് വയ്യാത്ത ഒരവസ്ഥ കാണുന്നു. ഞാൻ ആ സ്പോട്ടിൽ അദ്ദേഹത്തിന് ഒരു 10,000 രൂപ അയച്ചു കൊടുത്തിട്ട് ഞാൻ വന്ന നമ്പർ എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഉല്ലാസ് ചേട്ടാ, ഇതേപോലെ ഒരു ചെറിയ സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇത് മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ കൊട്ടാരക്കര നാട്ടിലേക്ക് പോകുന്നു, അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു. എനിക്ക് ഇതേ കാര്യം വേണമെങ്കിൽ 10,000-ന്റെ ഒരു 100 കെട്ടുകളുമായിട്ട് ഇത് ആൾക്കാരെയൊക്കെ കാണിച്ച് 2 കയ്യിൽ കെട്ടുമൊക്കെ എടുത്ത് വെച്ച് ഉല്ലാസേട്ടൻ്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ വീഡിയോ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കയറ്റി അദ്ദേഹത്തെ പോയി കണ്ട് കെട്ടിപ്പിടിച്ച് ചേട്ടാ ഇതാണ് എൻ്റെ വക ഒരു സഹായം, ഇരിക്കട്ടെ ചേട്ടാ എന്ന് പറഞ്ഞ് കാണിച്ച് ഞാനൊരു റീലിട്ടാൽ അഖിൽമാരാരും നന്മയുള്ളവനാണ്. ഇത് ഒരു ഇത് പറയേണ്ടി വരുന്നത് ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറയുന്നത്. എൻ്റെ നാട്ടിലുള്ള മനുഷ്യരുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയാൽ ആ ഫോണിൽ നിങ്ങൾക്ക് ഞാനൊരു 100 കണക്കിന് സ്ക്രീൻഷോട്ടുകൾ ഞാൻ തരാം. ഈ കഴിഞ്ഞ 10 ദിവസം മുൻപും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി എൻ്റെ അടുത്ത് ഒരു ചെറിയൊരു എമൗണ്ട് ചോദിച്ച് എന്നെ ബന്ധപ്പെട്ടു. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ എന്തുകൊണ്ടായിരിക്കും വിളിക്കുന്നത്? പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ടല്ലേ. അവൻ്റെ പാർട്ടിയിലുള്ള അവിടെ മത്സരിക്കുന്ന ഒരാളോട് ചോദിക്കാതെ അവൻ്റെ പാർട്ടി വിട്ടുപോയ ഒരാളോട് ചോദിച്ചിട്ട് അണ്ണനോട് ചോദിക്കുമ്പം ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുണ്ട്. എന്നെ ഭയങ്കരമായി വിമർശിച്ച ഒരു ആങ്കറുണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, അനീഷ് ഖാൻ എന്നാണ് പേര്. അപ്പം അനീഷ് ഖാൻ എൻ്റെ പഴയ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചാണെങ്കിൽ ബിഗ് ബോസിന് ശേഷം അനീഷ് വിളിച്ച ഇന്റർവ്യൂ ഒന്നും ഞാൻ കൊടുത്തില്ല. ഞാൻ ഈ കാശ് മേടിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഈ അനീഷും കൊട്ടാരക്കര എൻ്റെ മറ്റൊരു സുഹൃത്ത് ഒരു ഷിജു പടിഞ്ഞാറ്റിങ്ങരയുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എനിക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ച വീഡിയോസൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട്. നാളുകൾ കുറേ കഴിഞ്ഞു. ഞാനിതൊന്നും ആർക്കെതിരെ ഒന്നും പറയാനൊന്നും പോയിട്ടൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞിട്ട് അനീഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കേട്ടാ മോള് സുഖമില്ലാതെ ഹോസ്പിറ്റലാണ്, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ തന്നെ അവന് ഈ സെയിം പറഞ്ഞൊരു എമൗണ്ട് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ എനിക്കത് തോന്നി, ഞാൻ അവനോട് പറഞ്ഞത് ഇതാണ്, നിനക്ക് എന്നെ വിളിക്കാൻ തോന്നിയില്ലേ? അതേസമയം നീ എന്നെ വിമർശിച്ചു, നീ എന്നെ കുറ്റപ്പെടുത്തി, ഈ അഖിൽ വിളിച്ചാൽ ഫോൺ എടുക്കുമോ, അല്ലെങ്കിൽ അവനോട് ചോദിക്കുന്ന മോശമാണോ? ആ ചിന്ത നിനക്ക് വരാഞ്ഞത് നിനക്ക് എന്നിലുള്ളൊരു വിശ്വാസം കൊണ്ടല്ലേ. അതാണ് ഞാൻ തിരിച്ചു ചെയ്യുന്നത്. അയാൾ എന്നെ ആക്ഷേപിച്ച ഒരാളെന്ന നിലയ്ക്ക് ഒന്നുമല്ല. ഇപ്പം അവിടെ സഹായിക്കുമ്പോൾ ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ഇത് ഇപ്പം ദേവി ഇത് സമൂഹം ഇപ്പൊ ഈ കേൾക്കുന്നവരും ഞാൻ ഒരുപാട് സത്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമം പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ തിരിച്ചറിയാതെ പോകുന്നുണ്ടല്ലോ. ഇത് സമൂഹം എന്താ ഇങ്ങനെ ആയിപ്പോയത്? ഒരാൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം 2 ദിവസം മുന്നേ എൻ്റെ ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കർ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ പ്ലംബിങ് ഒരു പ്ലംബറെ എന്താ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അയ്യോ സാറേ, ഞാൻ പോകുന്ന വഴിക്ക് ബൈക്കിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു. പുള്ളി ഇതേ പറഞ്ഞോളൂ. ഞാൻ ആ സ്പോട്ടിൽ ഒരു എമൗണ്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ ഞാൻ പൈസയ്ക്ക് പറഞ്ഞല്ല, ഞാൻ ഇതിൻ്റെ കാര്യം സാറ് പറഞ്ഞത് ചെയ്യാഞ്ഞുകൊണ്ടാണ്. ഇത് പൈസ ഉണ്ടായതുകൊണ്ടല്ല. പൈസ നമ്മുടെ കയ്യിലൊക്കെ വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൈസയുടെ 1% അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഒരുത്തിനൊരു പ്രശ്നം പറയുമ്പം
അവനെ ഞാൻ മോട്ടിവേഷൻ കൊടുത്തതുകൊണ്ടോ ഉപദേശം കൊടുക്കുന്നതോ അർത്ഥമില്ല. അവനവിടെ പൈസയാണ് ആവശ്യമെങ്കിൽ അവനെ ഞാൻ സാമ്പത്തികമായിട്ട് അങ്ങനെ സഹായിക്കുക. അവന് അതേസമയം ഒരു പോലീസ് ഓഫീസർ അവനോട് മോശമായി പെരുമാറിയാൽ ആ പോലീസ് ഓഫീസറോട് പോയി കയർത്ത് സംസാരിക്കുക. അപ്പം എനിക്ക് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരത്തില്ല. താനൊന്ന് കോമൺ സെൻസ് ചിന്തിച്ച് നോക്ക്. ഒരു ബെൻസ് കാറിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരനാവാൻ കേരളത്തിൽ പറ്റുമോ? കേരളത്തിലെ ജനത അതിനെ അംഗീകരിക്കൂ? കഴുത്തിൽ സ്വർണ്ണമാലയൊക്കെ ഇട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എൻ്റെ കഴുത്തിലൊക്കെ മാലകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മറ്റേ ബ്രാൻഡഡ് ഡ്രസ്സുകൾ ഇട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണാൻ പറ്റുമോ? അപ്പം ഇതെല്ലാം ഉപേക്ഷിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല മാർഗം ഞാൻ ഏറ്റവും സാധാരണക്കാരനായി മാറുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് രാഷ്ട്രീയം. അതായത് എനിക്ക് ഷോ കാണിക്കാൻ താല്പര്യമില്ല. ഞാൻ ഈ മേഖലയിൽ നിന്നാൽ എൻ്റെ ഈ വണ്ടി മാറി അടുത്ത വണ്ടി ആ ഡിഫൻഡർ എടുക്കണം. കാര്യം എങ്കിലേ ഞാൻ സക്സസ് ആണോ ഒരുത്തം പറയൂ. അതാണ് ഈ പ്രശ്നമേ. ഇപ്പം ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള വാഹനം വിറ്റിട്ട് ഒരു സാധാ ചെറിയ വണ്ടി ഞാൻ എടുത്തെന്ന് വെച്ചോ, എടുത്ത വായിൽ സമൂഹവും ചുറ്റുമുള്ളവരും പറയും ഇപ്പം തെണ്ടിത്തിരിഞ്ഞ് നടക്കുക, മറ്റേതൊക്കെ അങ്ങ് വിറ്റ് ആണ്ടാ. ഇപ്പം അപ്പം ഞാൻ അവിടെ അത് വിറ്റിട്ട് ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ടേക്കുക, നശിച്ചവനാ. അതായത് നമ്മൾ സൃഷ്ടിച്ച പ്രൊഫൈലിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയാൽ നമ്മളെ നശിച്ചവനായി കണ്ട് നമ്മളെ അപമാനിക്കാൻ സമൂഹം നിൽക്കുമ്പോൾ നമ്മൾ ഇവന്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മൂടിലുള്ളത് കാണിക്കാൻ ശ്രമിക്കും. അതാണ് ഷോ മേഖലയിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പം. അതേസമയം ഞാൻ ഇപ്പം തിരിച്ചു വരുന്നെന്ന് വെച്ചോ, ഞാനൊരു ഓഡിറ്റ് വീട്ടിൽ താമസിച്ചാൽ എനിക്കെന്താ പ്രശ്നം? എനിക്ക് ആരെയും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ ബെൻസും എൻ്റെ മറ്റു വണ്ടികളും എല്ലാം വിറ്റിട്ട് ഒരു സാധാരണ വണ്ടി നടന്നാൽ എനിക്ക് ഒരാളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടും. അപ്പൊ ഇതെല്ലാം വിറ്റ് സാധാരണക്കാരനായി സാധാരണക്കാരിൽ ഒരാളെ പോലെ തന്നെ നടക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് താഴേക്ക് വന്നത്. മേളിലേക്ക് പോകാൻ കാണിക്കാൻ പറ്റില്ലെന്നേ. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു വാഹനമായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാൻ എങ്ങനെ മേടിക്കും? ഇനി ഒരു രാഷ്ട്രീയത്തിൽ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഇതെല്ലാം ഉപേക്ഷിച്ച് ഏറ്റവും സാധാരണക്കാരനായിട്ട് അവർക്കിടയിൽ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കലി അത് വിൽക്കണ്ടേ. ഞാൻ പറഞ്ഞത് നമുക്ക് ഇതും കൊണ്ടൊരുത്തന്റെ മുന്നിൽ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ചെന്നിറങ്ങിയിട്ട് അവന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്ന ലക്ഷറി ആഡംബര വാഹനങ്ങൾ വരാതെ അത് കൊടുത്തിട്ട് കിട്ടുന്ന പൈസ ബാക്കി എന്റെ കയ്യിൽ വെച്ചിട്ട് അതിനെക്കാട്ടും ചെറിയൊരു വാഹനം ഞാൻ എടുത്താൽ സ്വാഭാവികമായിട്ടും ആ പൈസ എന്റെ ജീവിതത്തിൽ എനിക്ക് വേറൊരുത്തിനെ ഒന്നും മേടിക്കാതെ ജീവിക്കാൻ, തിന്ന് കുടിച്ച് ജീവിക്കാൻ എനിക്ക് ഉപകരിക്കപ്പെടുമല്ലോ എന്ന് ഞാൻ പറയുമായിരുന്നു.